അനുഗ്രഹീത സുവിശേഷ പ്രഭാഷകൻ, കിടയറ്റ ഉപദേഷ്ടാവ്, ചുവടുപിഴയ്ക്കാത്ത താർക്കികൻ, ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രശാഖയിലെ അവഗാഹ പണ്ഡിതൻ എന്നീ നിലകളിൽ അരനൂറ്റാണ്ടിലധികമായി ആത്മീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്തൃദാസനാണ് കോട്ടയം സ്വദേശിയായ ബഹുമാനപ്പെട്ട എം എം സഖറിയ. താൻ കൈവച്ച മേഖലകളിലെല്ലാം നൂറുമേനി കൊയ്യുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കറിയാച്ചൻ ബാല്യകാലം മുതലുള്ള തൻ്റെ അനുഭവങ്ങൾ ഇതാ പങ്കിടുന്നു. അപ്പച്ചൻ ഇപ്പോൾ 86 വയസ്സായെന്ന് പറഞ്ഞല്ലോ. ഒരു പക്ഷെങ്കിൽ ഓർമ്മകളൊക്കെ 86 വയസ്സാകുന്നതിന് ഇനി 8 ദിവസം കൂടെ ഉണ്ട്. 8 ദിവസം കൂടെ 89, 55 കഴിയാൻ പോകുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്പച്ചന്റെ ചെറുപ്പകാലങ്ങളെ കുറിച്ചുള്ള നല്ല ഓർമ്മകളൊക്കെ അപ്പച്ചന്റെ മനസ്സിൽ കാണുമല്ലോ. ചിലതുണ്ട്, ചിലതൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പച്ചന്റെ ആ ജനനം മുതലുള്ള ചില കാര്യങ്ങൾ അങ്ങനെയാണ് ആരംഭിക്കാൻ വിചാരിക്കുന്നത്. ശരി, അങ്ങനെ കൊണ്ട് പറയാം. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് വർക്കുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പച്ചൻ അങ്ങ് ആരംഭിച്ചേക്കാം. അതെ. 1927 നവംബർ 28 തീയതിയാണ് എൻ്റെ ജന്മദിനം. അതെ. ജന്മസ്ഥലം കോട്ടയത്തിനടുത്തുള്ള പുതുപ്പള്ളി ആണ്. കുടുംബം പുതുപ്പള്ളിയിൽ മാമൂട്ടിൽ കുടുംബം എന്നറിയപ്പെടുന്ന പുരാതന കുടുംബത്തിൽപ്പെട്ടതാണ്. ഈ കുടുംബം പുതുപ്പള്ളിയിലുള്ള യാക്കോബായ സഭ വക സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സഭയിലെ കുടുംബ അംഗങ്ങളിൽപ്പെട്ടവരായിരുന്നു. സഭാ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളിൽപ്പെട്ടവർ ആയിരുന്നു. ബാല്യകാലം മുതൽ മാതാപിതാക്കളും വളരെ ദൈവഭക്തിയോടുകൂടെയും ദൈവാരാധനയോടുകൂടെയും അതുപോലെ തന്നെ സഭാസംബന്ധമായ ശുശ്രൂഷകളിലും കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടുകൂടെയും ബന്ധപ്പെട്ട് പോന്നിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ശൈശവത്തിൽ തന്നെ അവരോടൊപ്പം പള്ളി ആരാധനകളിലും ശുശ്രൂഷകളിലും തുടരെ സംബന്ധിക്കുക എന്നുള്ളത് എൻ്റെ പ്രത്യേക സന്തോഷ വിഷയം ആയിരുന്നു. ഏതാണ്ട് 8 വയസ്സ് പ്രായമായ കാലത്ത് പള്ളിയിൽ ഒരാൾ, ആരോ എന്നിപ്പോൾ ഓർക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ പറഞ്ഞു, പാപത്തിൽ ജനിച്ച് പാപിയായി മരിക്കുന്നവരൊക്കെയും നരകത്തിലേക്ക് പോകും, എന്നാൽ പാപമോചനം നേടി ദൈവത്തിൽ ശരണപ്പെടുന്നവരായ ആളുകൾ മരിച്ചാൽ അവർ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരും എന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. ഏതാണ്ട് 8 വയസ്സ് സമയമുള്ള ആ പ്രാപ്തിയിൽ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ നന്നായി തൊട്ടു. അപ്പോൾ മുതൽ ഈ 8 വയസ്സുള്ള ഒരാളാണെങ്കിലും എപ്പോഴെങ്കിലും മരിക്കുമല്ലോ, പാപത്തിൽ മരിച്ചാൽ നരകത്തിൽ പോകുകയും ചെയ്യും, എന്നാൽ നരകത്തിൽ പോകാതെ രക്ഷപ്പെടേണ്ടതിന് ഉള്ള മാർഗം എന്താണ് എന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ പിന്നെയും ശ്രദ്ധിച്ചു. അവിടെ പറഞ്ഞത് പാപമോചനം കിട്ടിയാൽ അവൻ സ്വർഗരാജ്യത്തിൽ പോകും എന്നാണ്. ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ മുഴുവൻ അത് ഓർക്കാൻ കഴിയില്ല. എങ്കിലും എനിക്ക് എല്ലാ മനുഷ്യരും ഒരിക്കൽ മരിക്കണം, ഞാനും മരിച്ചെന്നവരാ, ഞാൻ പാപിയായി മരിച്ചാൽ നരകത്തിൽ പോകും, അല്ല പാപമോചനം കിട്ടിയാൽ ഞാൻ ദൈവരാജ്യത്തിൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ പോയേ മതിയാവൂ എന്നുള്ള താല്പര്യം എനിക്കുണ്ടായി. അപ്പോൾ അതിനുള്ള മാർഗം എന്താണെന്ന് ഞാൻ ചോദിക്കുകയും അറിയുകയും പഠിക്കുകയും സൺഡേ സ്കൂൾ അധ്യാപകന്മാരുമായിട്ടുമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ എന്നെ മനസ്സിലാക്കിയത് ശരിയായ നിലയിൽ നോയമ്പൊക്കെ നോക്കുക, പറഞ്ഞിരിക്കുന്നതായ ദൈവ ആലോചന പ്രകാരം പറഞ്ഞിരിക്കുന്നതായ ആ പ്രമാണങ്ങളും ചട്ടങ്ങളുമൊക്കെ ആചരിക്കുക, മാമോദീസ മുങ്ങുക, ഇങ്ങനെയുള്ള ഒട്ടുകളേറെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് സഭയുടേതായിട്ടുള്ള ആ ആചാരങ്ങൾ അനുഷ്ഠിച്ച് ആണ് പോകേണ്ടത്. പ്രധാനമായിട്ട് ദൈവഭക്തിയോടെ ജീവിക്കേണ്ടതിന് ഈ നോയമ്പുകൾ എല്ലാം ആചരിക്കുന്നത് വളരെ ആവശ്യമാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ
ഏതാണ്ട് ആ 8 വയസ്സും കഴിയുന്ന സമയത്ത് തന്നെ മുതൽ 50 നോയമ്പ്, 25 നോയമ്പ്, 3 നോയമ്പ്, അതുപോലെ 8 നോയമ്പ് തുടങ്ങിയ സഭയുടെ എല്ലാ നോയമ്പ് ആചാരങ്ങളും കൃത്യമായിട്ട് ആചരിക്കാൻ ഞാൻ തുടങ്ങി. മാതാപിതാക്കളും ആ താല്പര്യമുള്ളവരും മതഭക്തരും ഒക്കെ ആയിരുന്നു വരികിലും അവരാരും ക്രമമായിട്ട് ഈ നോയമ്പുകളൊന്നും ആചരിക്കുന്ന പതിവില്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ചില പട്ടക്കാരന്മാരുണ്ട്. അവരും ഭവനത്തിൽ വരികയും പറയുമ്പോൾ മാതാപിതാക്കന്മാർ പറയുമ്പോൾ ഈ മോനെ നോയമ്പ് മുഴുവൻ ദിവസവും അങ്ങ് ആചരിക്കുകയാണ്, അങ്ങനെ ആചരിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ എന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത്, അങ്ങനെ ഞങ്ങളും ആചരിക്കുന്നവരാണ് അച്ഛന്മാരല്ലേ, ഞങ്ങളും ഇതൊക്കെ നോയമ്പ് ആചരണമൊക്കെ നടത്തുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 50 ദിവസവും 25 ദിവസവും 30 ദിവസവും 8 ദിവസവും മുഴുവനും ഞങ്ങൾ മുഴുവനായിട്ട് അങ്ങനെ നോയമ്പ് വെക്കുകയില്ല. ഒടുവിലത്തെ ആഴ്ചകൾ വരുമ്പോൾ ഞങ്ങൾ അത് നോക്കും. അതുവരെ ഞങ്ങളും നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ പോലെയൊക്കെയാണ് ജീവിച്ചു വരികയും ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അത് അങ്ങോട്ട് സമ്മതിക്കാൻ എനിക്ക് കഴിയാതെ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 വർഷക്കാലത്തോളം തുടരെ ഈ നോയമ്പ് നോക്കുന്ന ഒരു പദവി അതേ നിലയിൽ ഞാൻ തുടർന്നു കൊണ്ടിരുന്നു. ചെറുപ്രായമാണെങ്കിലും പാപമോചനം വേണം, സ്വർഗത്തിൽ പോകണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അതിനു വേണ്ടി അങ്ങേയറ്റം ഒടുവിൽ അങ്ങനെ മുമ്പോട്ട് പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഈ കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ ശ്രദ്ധ കൊടുത്തു. സ്വർഗരാജ്യത്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് പരിഗണിച്ചു കൊണ്ടിരുന്നത്. അക്കാലത്ത് ഞങ്ങൾ കാനത്തിൽ ഞങ്ങളുടെ കുടുംബം താമസിച്ചിരുന്നതെങ്കിലും ഞങ്ങളുടെ കുടുംബ വീടിനടുത്ത് പുതുപ്പള്ളിയിൽ തന്നെ വന്ന് 2-3 വർഷക്കാലം പുതുപ്പള്ളിയിലാണ് പഠിച്ചത്. അങ്ങനെ പഠിച്ചിരിക്കുന്ന കാലത്ത് പുതുപ്പള്ളിയിൽ വെച്ചും കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം ശക്തിയായിട്ട് പ്രസംഗിക്കുന്നത് കേൾക്കുവാനുള്ള ദൈവവചനത്തിൽ നിന്ന് പറയുന്നത്. ആ പ്രസംഗം പ്രിയ KG തോമാച്ചനെ, നോയൽ സാഹിബ് മുതലായവരും അവിടെ നിന്ന് വചനം പ്രസംഗിക്കുന്നത് കേൾക്കാനായിട്ടിട. അങ്ങനെ കേട്ടപ്പോൾ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ എനിക്ക് സുവിശേഷത്തോടുള്ള കുറച്ചുകൂടെ ഒരു താല്പര്യവും സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമൊക്കെ ഉണ്ടായി തുടങ്ങി. രക്ഷിക്കപ്പെടേണ്ടത് കർമ്മം കൊണ്ടോ ഏതെങ്കിലും ആചാരങ്ങൾ കൊണ്ടോ അല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് പാപമോചനം ഏറ്റുപറഞ്ഞ് കർത്താവിനെ കൈക്കൊണ്ടെങ്കിലേ രക്ഷിക്കപ്പെടുമെന്നുള്ള ആ സുവിശേഷം അവർ പറഞ്ഞത് ശരിയായി മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടായി. അപ്പോൾ 13 വയസ്സ്. അപ്പോൾ ആ മനസ്സുണ്ടായി. കുറച്ചുകൂടെ ദൈവവചനം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായി. അതിനു മുമ്പേ തന്നെ 2-3-4 വർഷം മുമ്പ് തന്നെ എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ട് വേർപാട് സഭയിലോട് ചേർന്നിരുന്നു. അവർ യാക്കോബായ സഭയിൽ ആയിരുന്നെങ്കിലും അവരെ രക്ഷിക്കപ്പെട്ട് വേർപാട് സഭകളിലേക്ക് വരികയും സ്നാനം ഏറ്റ് വേർപാട് സഭകളുടെ കൂട്ടുവിശ്വാസത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവര് ഈ യാക്കോബ സഭയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ സഭയിൽ നിന്നോ അവരുടെ കുടുംബങ്ങളിൽ നിന്നോ എതിർപ്പുകളൊക്കെ ഉണ്ടായി. അങ്ങനെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കാനത്തിൽ പോയി സ്ഥാപിച്ച് ഞങ്ങളുടെ കുടുംബസ്വത്ത് എന്ന് പറയുന്ന അവിടെ ഒരു നല്ല വീടും ഒരു നല്ല മുറ്റവും വലിയൊരു മുറ്റവും ഉണ്ടായിരുന്നു. അവിടെ ബ്രദറൻകാരുടെ നേതാക്കന്മാരിൽ ചിലർ വന്നേ ഇവിടെ ഞങ്ങൾ ചോദിച്ചിട്ട് മറ്റാരും ഒരു സ്ഥലം സഭയില്ല, KB സൈമൺ സാറിനെ വരുത്തി ഒരു യോഗം നടത്താനായിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടണം. അത് പറഞ്ഞു. അപ്പം എൻ്റെ ഫാദർ പറഞ്ഞു, എന്നെ ദൈവവചനം പ്രസംഗിക്കല്ലേ, ഞാൻ ഞങ്ങളുടെ മുറ്റം നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചേക്കാന്ന്. അപ്പം പറഞ്ഞു, മുറ്റം പാത്രം പോരാ, നിങ്ങളുടെ വീടിൻ്റെ ഒരു മുറിയും തിണ്ണയും ഞാൻ സാറും ചില ശിഷ്യന്മാരും കൂടെ വരും, ഒരു മുറിയും തിണ്ണയും ഒരാഴ്ച ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത് തീരുമാനിച്ചു. നോട്ടീസ് അടിച്ചു കഴിഞ്ഞപ്പോൾ സഭയിലെ അയൽക്കാരും കൂട്ടുകുടുംബത്തിൽപ്പെട്ടവരും ബന്ധുക്കളൊക്കെ അങ്ങിങ്ങുള്ളവരൊക്കെ അവരെല്ലാം കൂടെ വന്നു. അച്ഛനും പാർട്ടിയും ആളുകളെ പറഞ്ഞയച്ചു. ഒരു കാരണവശാലും ഇടത്തൂട്ടുകാരനാണ് സൈമൺ, അവൻ്റെ യോഗം നടത്താനായിട്ട്. എടുത്തുവെന്ന് പറഞ്ഞാൽ വചനവിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്നയാളെ തെറ്റായിട്ട് ഭാഷയുടെ എടുത്തുകൂട്ടുകാരനാണ് സൈമൺ. അതുകൊണ്ട് ആളിനെ പ്രശംസിക്കാൻ ഒരിക്കലും നമ്മുടെ സഭയിൽ അതുകൊണ്ട് കുട്ടിയച്ഛനോട് ചെന്ന് പറഞ്ഞേക്കണം, യാതൊരു കാരണവശാലും അവർക്ക് യോഗത്തിന് അനുവദിക്കരുതെന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പേ പറഞ്ഞു തന്നതിനെ മറ്റൊരു നോട്ടീസ് അടിച്ചു. അപ്പം ഫാദർ പറഞ്ഞു, ഈ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ അവർക്ക് നോട്ടീസ് അടിക്കാനായിട്ട് അവസരം കൊടുത്തു. അത് നോട്ടീസ് അടിക്കും, യോഗം അവരെ നടത്തുകയും ചെയ്യും. ഞാൻ വാക്ക് മാറാൻ എനിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ വർഷം ഞാൻ കൊടുത്തു, ഇനി മേലാൽ
അവർക്കത് ഇങ്ങനെ കൊടുക്കുകയില്ല. 1 വർഷം അനുവദിച്ചു. അതെ, 1 വർഷം ഇങ്ങനെ തന്നിരിക്കുന്നു, മേലാൽ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞു, ഒക്കുകയില്ല, ഞങ്ങൾ യോഗം നടത്താൻ സമ്മതിക്കുകയില്ല, ആളുകൾ വന്ന് തടയും എന്ന് പറഞ്ഞു. അപ്പം ഫാദർ ഇച്ചിരി തൻ്റെ ഇടിയാണ്, ഇല്ല എൻ്റെ പറമ്പിൽ വെച്ചാണ് യോഗം നടത്തുന്നത്, ആരും തടയുകയില്ല, അച്ഛനും കയറിയാലോ ഒരുത്തരും കയറിയല്ല, ഇഷ്ടമുള്ളവർ വന്നാൽ ഇവിടെ ഇരിക്കാൻ കൊടുക്കും, സൗകര്യം കൊടുക്കും, അല്ലാത്തവർ വരേണ്ടവർ ഓരോരോ ഹിന്ദുക്കൾ വരാമെന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്, മറ്റുള്ളവരുണ്ട്, വരുന്നവരൊക്കെ വരും, അവർ വരും, ആരും എൻ്റെ പുറകെടുത്ത് കയറുകയോ തടയുകയോ ചെയ്യും, ആ കാര്യം ഞാൻ ഏറ്റു. ഇച്ചിരി തൻ്റെ അടുത്താണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ വല്യപ്പച്ചൻ്റെ അനിയൻ ഒരാളും അവിടെ ഒരു മാർത്തമാക്കാരനായ പുള്ളി ഫാദറിനോട് പറഞ്ഞു, യാക്കോബക്കാരല്ല, ഏത് കാര്യം എന്ന് പറഞ്ഞാലും നീ യോഗം നടത്തിക്കോ, ഞാൻ കൂടെ ഉണ്ട് എന്ന് പുള്ളിക്കാരൻ അങ്ങനെ പ്രോത്സാഹനം പറഞ്ഞാണ് അവിടെ ആ യോഗം നടന്നത്. ആ യോഗത്തിൽ വെച്ചാണ് 3-4 ദിവസത്തെ സാറിൻ്റെ പ്രസംഗത്തിനിടയ്ക്കാണ് എൻ്റെ ഫാദറും ഈ മാർത്തമാക്കാരൻ വല്യപ്പച്ചനും പുള്ളിയുടെ 2 മക്കളും ആദ്യമായിട്ട് പരസ്യമായിട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അതെ, സാക്ഷ്യം പറയും. അങ്ങനെ അവർ മുമ്പോട്ട് വന്ന് മറ്റു ചിലരൂടെ ആ യോഗത്തിൽ വെച്ച് അങ്ങ് രക്ഷിക്കപ്പെട്ടു. താമസിയാതെ വന്നപ്പം കാനമെന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് ഉള്ളായം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഉള്ളായം എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് പ്രതികാരമുണ്ട്. അവർ എല്ലാവരും കൂടെ ഇത് സഹകരിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ 1-2 സഹോദരന്മാരെ, പ്രത്യേകിച്ച് അവറാച്ചൻ പറഞ്ഞ ഒരു സഹോദരനുണ്ടായിരുന്നു, പുള്ളി കാനം അവറാച്ചൻ എന്നാണ് വിളിക്കുന്നത്. പുള്ളി ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും കങ്ങടെ പോയി മുണ്ടത്താനത്ത് പോയി ആണ് സഭയിലും കൂടിയിരുന്നത്. ആ പുള്ളി പിന്നീട് ഈ പറയുന്ന ആളുകളുമായിട്ട് ആലോചിച്ച്, ഉള്ളാങ്കാരുമായിട്ട് ആലോചിച്ച് നമുക്ക് കാനത്തിൽ തന്നെ ഒരു കൂടി വരവേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ യോഗത്തിൽ മുമ്പോട്ട് വന്ന 5-6 പേരുണ്ട്, പെന്തക്കോസ്തിയിൽ നിന്ന് വന്ന 1-2 പേരുമുണ്ട്. എല്ലാവരും കൂടി കാനത്തിൽ തന്നെ ഒരു സഭ ആരംഭിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കാനം സഭായോഗം ആരംഭിച്ചു. ആ വീടിനകത്താണ് സഭായോഗം ആരംഭിച്ചു. അങ്ങനെ ആ സഭായോഗം മുമ്പോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാദറിനെ പണ്ട് തറവാട്ടിൽ നിന്ന് പോയതല്ലേ, അതിൻ്റെ പുള്ളിക്കാരനെ ഇനി കോട്ടയത്ത് വരണം അദ്ദേഹം വിചാരിച്ച് ആ സ്ഥലം വിട്ടേച്ച് കോട്ടയത്ത് വരാനായിട്ട് താല്പര്യപ്പെട്ടു. അപ്പോൾ അവർക്ക് നമ്മുടെ സൗഹൃദക്കാർക്കും വല്യപ്പച്ചനും ആർക്കും ഇഷ്ടമല്ലായിരുന്നു, എങ്കിലും നമ്മൾ അത് വിറ്റേച്ച് കോട്ടയത്തിന് ഇഞ്ഞ് പോരാനായിട്ട് അങ്ങ് തീരുമാനിച്ച് ആ സ്ഥലം വിട്ടു. അപ്പോൾ പോരുന്ന സമയം വന്നപ്പോൾ അവിടെ നമ്മുടെ സഭയിലെ ഒരു അതിർത്തിയിൽ ഒരു 15 സെൻറ്റ് സ്ഥലം സഭയ്ക്ക് ഒരു ഹോള് വെക്കാനായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അത് കൊടുക്കാനായിട്ട് തീരുമാനിച്ച നോയൽ സാഹിബിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു നല്ലതാണ്, ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല, എന്നാൽ അങ്ങനെ ഒരു സ്ഥലം ഫ്രീ ആയിട്ട് മേടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഒരു വിലയെങ്കിലും തുച്ഛമായ ഒരു വില മേടിച്ച്, അങ്ങനെ വിലയ്ക്ക് മേടിച്ചായിട്ട് ഇത് ഞാൻ എഴുതുകയുള്ളൂ, അതിന് കുഴപ്പമില്ലെന്ന്. അതില്ല, എന്തെങ്കിലും സാഹിബ് മനസ്സുകൊള്ളു എന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ 15 സെൻറ്റ് സ്ഥലം 75 രൂപയ്ക്ക് ആ സ്ഥലം കൊടുത്തു വെച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോയത്. പുതുപ്പള്ളിയിൽ വന്ന് കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളി വന്നപ്പോഴത്തേക്ക് അവിടുത്തെ എനിക്ക് 17ാമത്തെ വയസ്സിലോട്ട് കയറി. അപ്പം ആ 17ാമത്തെ വയസ്സിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ മദ്രാസ് മെട്രിക്കുലേഷനൊക്കെ പഠിക്കാനായിട്ട് കുറച്ച് ശ്രമിച്ച് മുമ്പോട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വന്നപ്പോഴും എനിക്ക് 17 വയസ്സേ ഉള്ളെന്ന് വരികിലും എനിക്ക് സ്വല്പം നല്ല ആളത്വവും തൂക്കവും നീളമൊക്കെ ഉണ്ട്. ഇന്നത്തേക്കാൾ നീളം കുറവില്ല, നല്ല നീളം, ഏതാണ്ട് 10-75 കിലോഗ്രാം തൂക്കം വന്നുണ്ടായിരുന്നു. അത് ചൂടെ 17ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ നല്ല ആളും ശരീരവും ഒക്കെയാണ് ഉള്ളത്. ആ നിലയിൽ വന്നു കഴിഞ്ഞപ്പം കൂട്ടരും ബന്ധുക്കളും കുടുംബക്കാരും എല്ലാവരും കൂടെ വന്നു, ഈ മോനെ ഇങ്ങനെ വിട്ടാൻ വെക്കുകയില്ല, ആത്മീയവും മറ്റതും പഠിച്ചുമായിട്ട് പറഞ്ഞു പോകാതെ ഇരുന്ന നിനക്കൊക്കെ പ്രായമായി വരികയാണ്, ഫാദറിനോട് പറഞ്ഞു പ്രായമായി വരിക, അതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ്സിൽ ഏർപ്പെടും, ഉപജീവനമാർഗ്ഗം തന്നെ. കാരണം ഇപ്പം മുമ്പോട്ട് പോകണ്ടേ. അതിന് മാത്രമല്ല കാനത്ത് വിറ്റ സ്ഥലം വളരെ വിസ്താരമുള്ള സ്ഥലവും എല്ലാ ആദായങ്ങളുള്ളത്, അതിനേക്കാൾ കുറഞ്ഞ സ്ഥലമായത്. അതായത് ആദായമുള്ളതാണ്, നല്ല സ്ഥലമായിരുന്നു താനും. എന്നാൽ അതിൻ്റെ ആദായം ഈ ഒടുവിൽ പുതുപ്പള്ളി നിന്ന് മേടിച്ചപ്പോൾ അത്രയും തന്നെ ആദായം ഇല്ല. അതുകൊണ്ട് കൃഷിയൊക്കെ ചെയ്യേണ്ടതാണ് പറഞ്ഞാൽ അതിനുവേണ്ടി മലഞ്ചരക്ക് കടായും റബ്ബറും കൂടി ഒരു കടം ഫാദറിൻ്റെ അനിയനുണ്ടായിരുന്നു. പിള്ളേരുടെ കൂടെ പങ്കുകൂടി, എല്ലാവരുടെയും കൂടെ പങ്കുകൂടി അവിടെ. അന്ന് അവിടെ പോയ ഈ 2-3 കൊല്ലത്തേക്ക് പിന്നെ ഈ ബിസിനസ്സിലും പങ്കാളിയായിരിക്കുന്നു. ആ ബിസിനസ്സിൽ പങ്കാളിയാകുന്ന കാര്യം ആകുമ്പോൾ 17ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടെങ്കിലും അന്ന് മുതലേ ഞാൻ പറഞ്ഞല്ലോ സാക്ഷ്യം പറയുന്ന രീതിയുണ്ട്. എവിടെ ചെന്നാലും
സുവിശേഷം പറയും, സാക്ഷി വാക്കും കൂട്ടത്തിൽ രക്ഷയുടെ സന്ദേശം ശരിക്കായിട്ട് പറയുന്ന രീതി. പരസ്യ സ്ഥലങ്ങളിലാണോ? അത് പുതുപ്പള്ളി, ഞങ്ങളുടെ പുതുപ്പള്ളി സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു 10,000 പേർക്ക് നിൽക്കാവുന്ന ഒരു കവലയുണ്ട്. അവിടെ നിന്നായിരുന്നാണ് ഈ പ്രസംഗം. അന്ന് മൈക്കില്ല, വിളിച്ചു പറയുക, ഏറ്റു പറയുക. ഞാൻ പ്രസംഗിക്കും, വേറൊരാൾ ഏറ്റു പറയും, മറ്റുള്ളവർ പ്രസംഗിക്കും, ഞാൻ ഏറ്റു പറയും. അങ്ങനെയാണ് ഈ പ്രസംഗം തുറന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്ന് ആ നിലയിൽ വന്നപ്പോൾ ഈ ഇടയ്ക്ക് കട അടയ്ക്കുന്ന ദിവസങ്ങളും കടയില്ലാത്ത ദിവസങ്ങളും ഞായറാഴ്ച ദിവസങ്ങളുണ്ട്. ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ എന്നും പരസ്യോഗത്തിനും മറ്റും പോവുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങും ഇങ്ങും വരുന്ന യോഗങ്ങൾക്ക് വരുമ്പോഴും അവിടെയൊക്കെ പ്രസംഗിക്കും. ആ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കോട്ടയത്തും ചെങ്ങളം, ചെങ്ങവനം മുതലായ സ്ഥലങ്ങളിലും കോട്ടയം സഭയിലുള്ള ആളുകൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടെയാണ് ഈ പരസ്യോഗത്തിന് ഞായറാഴ്ച തോറും പോകുന്നത്. ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ആത്മീയ പുതുപ്പള്ളി സഭയിൽ ഉണ്ടായിരുന്ന പരക്കുന്നൽ കുട്ടപ്പൻ സാറ് എന്ന സഹോദരൻ എന്ന് പറയുന്ന ആളെ, KB അയ്യപ്പ സാറ്, മുമ്പേ പറഞ്ഞ എല്ലാ ആളിൻ്റെ മകൻ KB അയ്യപ്പ സാറ് മുതലായ ആളുകളും, പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പഠിക്കാനായിട്ട് ചെല്ലുന്നതിൻ്റെ പേരിൽ കേജുത്തം അച്ഛനും മുതലായവരൊക്കെ ഈ പ്രവർത്തനത്തിലാണ് മുമ്പോട്ട് പോകേണ്ടത്. കച്ചവടമൊന്നും അല്ല കറിയാച്ചനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് തമാശയായിട്ട് ഞാൻ ഈ പോകുന്ന കൂട്ടത്തിൽ അവരെ പറയും. പക്ഷെ അതെൻ്റെ മനസ്സിലൊരു ചെറിയ വിളിയായിട്ട് തോന്നി, ഒരു ചെറിയ വിളിയായിട്ട് തന്ന ആ പ്രോത്സാഹനം. അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ട്, ഇത് കഴിയുമ്പോൾ തന്നെ കർത്താവിന് സാക്ഷിയായിരിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഇവരോട് പറയുമ്പോൾ അതെനിക്ക് നല്ല ധൈര്യമായിട്ട് തരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി ആ കാലത്ത് വരുന്ന ബിസിനസ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ബിസിനസ് നിർത്തിയിട്ട് പിന്നെ കർത്താവിൻ്റെ വേലയിലാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഒരു വീടിനോട് ചേർത്ത് ഒരു കടയുണ്ടാക്കി, അവിടെ ഒരു പലചരക്കടയൊക്കെ ഉണ്ടാക്കി എന്നെ അത് ആക്കാനായിട്ട് ഫാദറും മദറും ഒക്കെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ അപ്പച്ചൻ ബൈബിൾ പാരായണവും ഉണ്ടല്ലോ, നല്ല വായിക്കുകയും മാത്രമല്ല സൈമൺ സാറിൻ്റെ പുസ്തകങ്ങൾ ഈ പറയുന്ന 13 വയസ്സിനുള്ളിൽ സൈമൺ സാർ അന്ന് എഴുതിയത്തോളം പുസ്തകം ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. കാരണം അത് ഫാദർ മേടിച്ച പുസ്തകങ്ങൾ അത് മുഴുവൻ വായിച്ചത് ഞാനാണ് വായിക്കുന്നത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേലക്കായിട്ട് പൂർണ്ണമായിട്ട് വേർപെടുക. അങ്ങനെ വേർപെടാന്ന് പറഞ്ഞാലും അതിൻ്റെ മനസ്സിലിരിക്കുന്നേ ഉള്ളൂ. കാരണം എന്തെല്ലാം ഇതിൻ്റെ എതിര് വരും എന്നൊക്കെ. എന്നാലും അപ്പം എതിരൊന്നും പറഞ്ഞില്ല. അടുത്ത ഒരു IMF ക്യാമ്പ് തിരുവല്ലയിൽ നടക്കുമ്പോൾ അന്ന് കേജിത്തമാച്ചൻ അമേരിക്കയിലാണ്. PV ജോർജ് സാറാണ് അന്നത്തെ ഒരു പ്രധാന പ്രസംഗി. പുള്ളി അങ്ങോട്ട് പ്രസംഗിക്കുമ്പോൾ അവിടെ കയറി അങ്ങോട്ട് പറഞ്ഞിട്ട്, അധ്യാപകനായിരിക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാപകനായിരുന്നവനും ബിസിനസ്സാകാനായിരിക്കുന്നവൻ ബിസിനസ് പൊയ്ക്കൊള്ളണം, കർത്താവിനെ സ്നേഹിക്കാനും അവൻ്റെ സാക്ഷിയാകാനും ആഗ്രഹിക്കുന്നവർ അതിനായി പൊയ്ക്കൊള്ളണം. പ്രസംഗത്തിൽ പറയുന്ന വിളിച്ച് പറഞ്ഞുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ, ഞാൻ കർത്താവിൻ്റെ വിലക്കായി പോകാൻ തീരുമാനിച്ചതിന് പ്രോത്സാഹനം നൽകുന്ന ഏറ്റവും ശക്തിയേറിയ ഒരു ദൂതാണ് അത് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാനതങ്ങ് തീരുമാനിച്ച് ഞാൻ ആരും അറിഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ഞാൻ വേലക്കാരി തീരുമാനിക്കുന്നു. പിറ്റേ ഞായറാഴ്ച പുതുപ്പള്ളി സഭയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയാമായിരുന്നു. കർത്താവിൻ്റെ വേലയിൽ നിങ്ങളോട് പങ്കെടുക്കുകയാണ് വന്നിരുന്നത്, വേലയ്ക്കായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടപ്പഞ്ചായനും മറ്റും എന്നോട് ഇതല്ല കർത്താവിൻ്റെ വേലയാണ് സഹോദരനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് പറഞ്ഞതൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ജോർജ് സാറിൻ്റെ പ്രസംഗം ഒരു തീരുമാനം ചെയ്യാനായിട്ട് എന്നെ തീരുമാനിച്ചു. കർത്താവിനെ വിളിക്കുന്നു, ആ വിളി കേട്ടെ, കർത്താവിൻ്റെ വിളി കേട്ടെ, എനിക്ക് വേണ്ടി ആർ പോകും എന്ന ചോദ്യത്തിന് പോയി, കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് എന്നെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതാണെന്ന് സഭയിൽ പറഞ്ഞു. സഭയിൽ എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ അന്ന് മുതൽ അമ്മ എനിക്ക് 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സ്. ഈ 17ാമത്തെ വയസ്സിൽ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞാ സ്നാനപ്പെട്ടത്? അതേ വർഷത്തിൽ തന്നെ സ്നാനപ്പെട്ടു. 17ാമത്തെ വയസ്സിൽ തന്നെ വലിയ കാര്യമാണ്. അത് കഴിഞ്ഞ് ഈ 20ാമത്തെ വയസ്സിൽ വേലയ്ക്കായിട്ട് അങ്ങ് വേർപെട്ടു. അപ്പോൾ പിന്നെ വേർപെട്ടവനായിട്ടാണ്. എന്താ അപ്പോൾ അങ്ങനെ വേർപെട്ടെങ്കിലും നമ്മുടെ അത് എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ ബ്രദറുകാരെന്ന് പറയുന്ന ആ പ്രദേശം ദൂരെയുള്ളവരും നമ്മുടെ ബ്രദറുകാരും ഉപദേശിമാരും സകലരും കോൺഗ്രസ് അനുഭാവികളാണ്. എല്ലാവരും കോൺഗ്രസ് അനുഭാവികളാണ്. എവിടെ കോൺഗ്രസ്സുകാർ കോട്ടുണ്ടോ അവിടെ മുഴുവൻ പോയും കോൺഗ്രസ് പാർട്ടി ചെയ്യും. നമ്മുടെ സഭയിലുള്ളവരും മൂപ്പന്മാരും എല്ലാവരും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയം മുതലേ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ക്ലാസ്സിലൊക്കെ പ്രസംഗിക്കും. അപ്പോൾ അതും ഈ പ്രസംഗിപ്പിക്കുന്ന അവർക്ക് ഈ പ്രസംഗിക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതുപോലെ അറിയാവുന്ന അനുസരിച്ച് ഈ റസലുകാരുടെ കൊള്ളരുതായ്മയും അക്രമങ്ങളും അവരെ ബിഷപ്പന്മാരെ കൊന്നതുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ച് അതൊക്കെ അങ്ങ് പ്രസംഗിക്കും. അപ്പോൾ അതവർക്ക് ഇഷ്ടമായി. ഇത് പറയും
കോൺഗ്രസ്സുകാർക്ക്. അങ്ങനെ വന്നു മുമ്പോട്ട് പോയി. കുറച്ച് വന്നു കഴിഞ്ഞപ്പോൾ അപ്പം എല്ലാവർക്കും കോൺഗ്രസ്സിനോട് താല്പര്യമൊക്കെ അല്ലേ. അപ്പം അങ്ങനെ വന്ന് ഞാൻ ഈ പ്രസംഗങ്ങളിൽ ഇതോടെ പറയുന്നത് കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ അവിടെയുള്ളവരെല്ലാവരും കൂടെ കൂടി അവിടെ ഇലക്ഷൻ നിൽക്കാൻ നിൽക്കുന്ന ആളും പാലാമ്പടം എന്ന് പറയുന്ന വലിയ പുള്ളികൾ മുതലുള്ള ആളുകൾ വരെ ഉള്ളവരെല്ലാം ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി കൂടെ അവരുടെ മീറ്റിങ്ങിൽ ഒന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൂസൈഡിലേക്ക് വേർപെട്ടിരിക്കുന്ന സമയമാണ്. അതിന് മുമ്പേ ഉള്ള പണ്ടത്തെ പ്രസംഗം ഉണ്ടല്ലോ, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വന്നപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ദൈവരാജ്യത്തെക്കുറിച്ചും ഈ രാജ്യമൊക്കെ നശിക്കേണ്ടതാണ് എല്ലാം പറഞ്ഞ്, എന്നാൽ ഈ കമ്മ്യൂണിസത്തിൻ്റെ നാശത്തെക്കുറിച്ചും എടുത്ത പ്രശ്നം അങ്ങനെ കുറച്ച് നാൾ മുമ്പോട്ട് പോയി. അങ്ങനെ വന്നപ്പോൾ കെ ലൂക്കസ് എന്ന് പറയുന്ന അന്നത്തെ ജഡ്ജിയുണ്ട്, പുള്ളിയുടെ അനിയൻ കെ കുരുള എന്ന് പറയുന്ന വലിയൊരു വലിയ കോടീശ്വരനാണ്. പുള്ളി അപ്പുറത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായി. പുള്ളിക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, കറിയാച്ചൻ സെക്രട്ടറി ആയിട്ട് കുറച്ച് നാളെങ്കിലും ഇരിക്കാവുന്ന ഒരു ഞാൻ പ്രസിഡൻ്റ് ആയിക്കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ ആ സെക്രട്ടറി ആയിട്ട് കുറച്ച് നാളെ പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് തന്നെ. പക്ഷെ ആർക്കും അന്ന് എതിരൊന്നുമില്ല, കാരണമില്ല. നമ്മുടെ ആളുകളിൽ ചിലർ തന്നെ ഈ ഇതായിരിക്കുമ്പോൾ തന്നെ ഈ പിന്നെ സഭയിലും പ്രസംഗങ്ങളും ഉപദേശിമാരും ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അവിടുത്തെ ഫിലിപ്പച്ചനിലെ പിന്നെ കലിശ്ശേരിയിൽ മാമൻ സാർ മുതലായ ഒരു ബാങ്ക് ജോലിക്കാരായിരിക്കുമ്പോൾ തന്നെ സഭയിൽ പ്രസംഗന്മാരായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഞാനും കൂടെ ആ നിലയിൽ തന്നെ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നെഹ്റുവിൻ്റെ പ്രസംഗം വന്നു. നെഹ്റുവിൻ്റെ പ്രസംഗം റാന്നി മല്ലപ്പള്ളി, കറുകശാൽ, പുതുപ്പള്ളി, കോട്ടയം അങ്ങനെയായിരുന്നു അവിടെ റൂട്ട്. അത് വരുമ്പോൾ 4 മണിയാകുമ്പോഴത്തേക്ക് പുതുപ്പള്ളി എത്തും. ഉച്ചയ്ക്ക് റാന്നി തുടങ്ങി മറ്റടുത്ത് പ്രസംഗിച്ച് പുതുപ്പള്ളി വരുമ്പോൾ 4 മണിയാകും എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ നാളെ വന്ന് നെഹ്റു ആണെങ്കിലും 4 മണിയാകുമ്പോൾ വന്നപ്പോഴത്തേക്കും ഒന്നും ആയില്ല. കരച്ചാൽ വന്നപ്പം 3 ആയതേ ഉള്ളൂ. അവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് വരുമ്പം 4 അല്ല 5 ആകുന്നു പുതുപ്പള്ളി ആയപ്പം. അപ്പം 4 മണിക്ക് പുതുപ്പള്ളി തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും അതിൽ അത് അങ്ങോട്ട് സഹിക്കാൻ വയ്യ. വന്നില്ലേ. അപ്പോഴത്തേക്ക് ഈ മറ്റ് തെരഞ്ഞെടുപ്പ് നിൽക്കേണ്ട ആളുകളെല്ലാം കൂടെ വന്ന് പറഞ്ഞു, കറിയാച്ചൻ അങ്ങനെ വരുന്നേരം നേരം പ്രസംഗിച്ചുകൊണ്ടിരിക്കണം, അപ്പം വന്നോളും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ വരുന്ന ആ സമയം വരെ വരുന്നേരം വരെ അതിനെക്കുറിച്ച് ആ പ്രസംഗം പറഞ്ഞു. പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു, മഹാനായ വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു വെച്ച് സ്വാഗതം ചെയ്തു. അദ്ദേഹം അവിടെ പ്രസംഗം തുടങ്ങി, പ്രസംഗിച്ചു. ആ യോഗം അങ്ങ് തീർന്നു. പക്ഷേ ആ യോഗം കഴിഞ്ഞ് പോയപ്പോൾ എനിക്കൊരു മനപ്രയാസം എന്ന് പറയുന്നത് അന്ന് ആരാധനയോഗം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു വെച്ചോ, ഇന്ന് നെഹ്റു വരുന്നുണ്ട്, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, നമുക്കതിന് പോകാൻ പറ്റതല്ല, എങ്കിലും ഞാൻ ഇപ്പം സെക്രട്ടറി പദം കൂടി എടുത്തുകൊണ്ട് എൻ്റെ ചുമതല ഉള്ളതുകൊണ്ട് പോകാതിരിക്കാനേ ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പം ആരാധനയോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ സാറില്ല. ഞങ്ങളും ഈ ആരാധനയോഗം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം വരുന്നുണ്ട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വന്നു, സഭയായിട്ട് മുഴുവൻ പേരും വന്നു. എന്നാൽ എനിക്ക് നെഹ്റു പോയി കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിൽ പ്രയാസം. ഞാൻ തീരുമാനിച്ചു, ഇനി മേലാൽ ഞാൻ രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് പോകില്ല തീരുമാനിച്ചു. ഞാൻ സഭയെ പറഞ്ഞു, ഈ ക്ലേശത്തിൽ നിങ്ങളെല്ലാവരും അനുവദിച്ചെങ്കിലും എനിക്ക് അതൊരു പ്രയാസമായി തോന്നി. അതുകൊണ്ട് ഞാൻ മേലാൽ ഇനി രാഷ്ട്രീയത്തിൽ എന്ന് പറയും രാഷ്ട്രീയം വിട്ട് പൂർണ്ണമായിട്ട് അങ്ങ് മാറി. അങ്ങനെ വന്ന് പൂർണ്ണമായിട്ട് പിന്നെ അന്ന് മുതൽ പിന്നീട് 67 കൊല്ലമായി ഇപ്പോൾ സുശേഷത്തിനുവേണ്ടി വേർപെട്ട് കഴിഞ്ഞിട്ട് ഈ 67 കൊല്ലവും ഇടപെടാതെ എന്ന് പറഞ്ഞാൽ ഇടപെടാതെയാണ്. അതെ, ഒരിക്കലും ഒന്ന് ഇടപാട് മാറുകയോ ചെയ്യേണ്ട ആരും വരികയുമല്ലാതെ ഈ 67 കൊല്ലവും തുടർന്നുള്ള ആദ്യകാലത്ത് കൂട്ടത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കേവിത്വമാച്ചനാണ്. കാരണം എനിക്ക് അന്ന് 17 വയസ്സുള്ളെങ്കിലും നല്ല ആളത്തുള്ളതുകൊണ്ട് നല്ല ശബ്ദമുണ്ട്. പുള്ളിക്കാരൻ പ്രസംഗിച്ച 1 മൈൽ ദൂരെ കേൾക്കുന്ന ആളായിരുന്നു. അന്ന് ആര് വേറെ ആയിരുന്നാലും ഞാൻ എഴുതിയിട്ട് വിളിക്കാറിഞ്ഞാൽ പുള്ളിക്ക് അതുപോലെ ആ ശബ്ദത്തിന്. അതുകൊണ്ട് പുള്ളി പോകുന്നിടത്തൊക്കെ എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് മാത്രമല്ല 64 കൊല്ലം മുമ്പേ ഇവിടെ നമ്മുടെ നെല്ലിക്കുന്ന തൃശ്ശൂർ 500 കുടുംബങ്ങളുള്ള സഭയാണ് തൃശ്ശൂർ മല.
ആ സഭയിൽ കൺവെൻഷന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി. പുള്ളിക്കാരൻ ആദ്യത്തെ ദിവസത്തെ പ്രസംഗം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ഇന്നലെ പ്രസംഗിച്ച് എനിക്ക് അല്പം ഒരു ക്ഷീണമുണ്ട്. ഞാനേ എൻ്റെ സഹോദരൻ കറിയാച്ചനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ആദ്യം സമയം പ്രസംഗിക്കും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ കൂടെ പ്രസംഗിച്ചു കൊള്ളാം. അദ്ദേഹം എന്നോടുകൂടെ പ്രസംഗിക്കുകയും എൻ്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത് എന്നെ പരിചയപ്പെടുത്തി. ഏതായാലും അവിടെയുള്ള ചിലർക്കൊക്കെ എഴുത്താമസം പ്രസംഗിച്ചതിന് പോലെ ഈ ചെറുക്കം പ്രസംഗിക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര ആയിട്ട് കാണില്ല. അങ്ങനത്തെ ഉള്ള സംശയമൊക്കെ അവർക്ക് തോന്നിയെങ്കിലും പറഞ്ഞ് പ്രസംഗം അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന നിലയിൽ ശരിയായ ഒരു സുവിശേഷ പ്രസംഗം പറഞ്ഞു. അതിൽ കഴിഞ്ഞപ്പം എഴുത്തമച്ചൻ പറഞ്ഞു, ഇനിയൊരു പ്രസംഗം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ ദാസന് ദൈവം വചനം കൊടുത്തു. ആ വചനം ശക്തമായിട്ട് പറഞ്ഞു. അത് എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് ചില വാക്കുകൾ കൂടെ പറഞ്ഞ് ദൈവം നമ്മെ സന്ദർശിച്ചു, അനുഭവിച്ചു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ യോഗം അവസാനിച്ചു. അതുകൊണ്ട് ആ യോഗത്തിൻ്റെ ആഴ്ചയിലെ പിറ്റേ ദിവസങ്ങളിലെ പ്രസംഗങ്ങളിലെ ഓരോ പ്രസംഗവും കൂടെ കിട്ടിയ അങ്ങനെയാണ്. അങ്ങനെ അവിടെ നിന്നിരുന്നു. അത് 64 കൊല്ലമാകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ മുതൽ വടക്കൻ രാജ്യത്തും അങ്കമാലി വടക്കൻ പ്രദേശത്ത് തൃശ്ശൂർ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലും ആ പരിസരങ്ങളിലും ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പോൾ ഇങ്ങനെ തെക്കൻ ഭാഗത്തും എല്ലായിടത്തും പിന്നെ എല്ലായിടത്തും അന്ന് എഴുത്താമച്ചൻ പ്രസംഗമുണ്ട്. പോകുന്നിടത്തൊക്കെ കുട്ടിക്കൊണ്ട് പോകും. ഒരു പ്രസംഗയിലും പുള്ളി തരും. അങ്ങനെ വന്ന് സഭകളുമായിട്ട് അങ്ങ് പരിചയിച്ചു. സഭകളായിട്ടും കൂടെ വന്നു. അപ്പോൾ പിറ്റേ ദിവസം പിറ്റേ എഴുത്താമച്ചൻ എല്ലായിടത്തും പോകാൻ ചെല്ലുന്നില്ലെങ്കിലും അവരങ്ങോട്ട് വിളിക്കുകയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി അങ്ങനെ വന്നേ. ഒരിക്കലും ഉടക്കില്ലാതെ 67 കൊല്ലമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചിക്കൻ ബോക്സ് വന്ന് ഒരു ദിവസം കിടന്നു. അങ്ങനെ അല്ലാതെ ഒരു കാര്യമായ മറ്റ് പ്രയാസങ്ങളായി വന്നു. ഒടുവിലത്തെ കാലത്ത് ഒരു 10-20 കൊല്ലം മുമ്പേ ഒരു ഹാർട്ട് അറ്റാക്ക്, 25 കൊല്ലം മുമ്പേ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് അതുപോലെ 2-3 മാസത്തേക്ക് വിശ്രമിച്ചു. ഇതല്ലാതെ പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് അമേരിക്കയിൽ തന്നെ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. റഷ്യയിൽ തന്നെ അമേരിക്കയിൽ 5 പ്രാവശ്യം, ഗൾഫ് രാജ്യങ്ങളിൽ 5 പ്രാവശ്യം പോയിട്ടുണ്ട്. മറ്റും ചില രാജ്യങ്ങളിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ അന്ന് അറിയപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലും അവിടെയും എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ സാക്ഷിയായിട്ട് വന്നു. പിന്നെ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ തെക്കൻ രാജ്യങ്ങളിലുള്ള മിക്ക രാജ്യങ്ങളിലും ബോംബെയിലും ഡൽഹിയിലും ഇങ്ങനെ രാജ്യം മുഴുവൻ ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ നിരന്തരം മുടങ്ങാതെ വന്ന് പോയി. 6 മാസം മുമ്പേ ഒരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി എല്ലാവരും പറഞ്ഞു, ഇത്രയും 65 വയസ്സുമായി, ഇനി ഇത്രയായി, ഇനിയും ഇച്ചിരി വിശ്രമിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ ചെന്ന് കേട്ടു. ഡോക്ടർമാർ ഇത്രയും പ്രായമായല്ലോ, ഇനിയും കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് കോട്ടയത്തെ ഏറ്റവും വലിയ ഡോക്ടറായിരുന്ന ജോർജ് ജേക്കബ്, ഡോക്ടർ ജോർജ് ജേക്കബ്. പുള്ളിക്കാരനെ കുറച്ച് നാളത്തേക്ക് തിരുവല്ലയിലും വന്ന് കാർഡിയോളജിസ്റ്റ് ആയിട്ടിരുന്നു. അതെ ആയിരുന്നു. പുള്ളിക്കാരനെ എന്നെ എല്ലാം നോക്കി വെച്ച് പുള്ളിക്കാരൻ പറഞ്ഞു, സൗഖ്യം വന്നും പുള്ളിയാണ് ചികിത്സിച്ചത്, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ശ്രമിക്കാതിരിക്കാൻ ഒക്കുകയില്ല. അപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യണം, പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കുന്നവരൊക്കെ അവളെ പിന്നെയും പ്രസംഗിക്കാവുള്ള വലിയ ശബ്ദത്തിൽ നിന്ന് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം പ്രസംഗിക്കുമ്പം ആരോ എന്ന പുള്ളിയോട് പറഞ്ഞു, പുള്ളി പഴയ ശബ്ദത്തിലൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പുള്ളി ഭാര്യയും കൂടിക്കൊണ്ട് വന്നു. ഭാര്യയും കുടിച്ചോണ്ട് അത് ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞു വന്നു. പ്രസംഗം കഴിഞ്ഞ് വന്ന് ഭാര്യയും കുടിച്ചോണ്ട് വന്ന് പറഞ്ഞു, ഞാൻ വലിയ ശബ്ദത്തിലൊന്നും പ്രസംഗിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പുള്ളിക്കാരൻ ഇപ്പം ശബ്ദത്തിലൊക്കെയാണ് പ്രസംഗിച്ചിരിക്കുന്നത്. പിന്നെ ദൈവം കൊടുക്കുന്നതല്ലേ. ഞാൻ പറഞ്ഞു, അച്ഛാ അല്ല ഡോക്ടറെ, ഞാൻ ഈ സാവകാശത്തിലൊക്കെ തുടങ്ങിയാലും വാദനം പ്രസംഗിച്ച് വരുമ്പോൾ ചിലപ്പോൾ ശബ്ദമൊക്കെ ഉയർത്തി ദൈവം സഹായിക്കട്ടെ എന്നും പറഞ്ഞ് പുള്ളി പുള്ളിയും പിൽക്കാലത്ത് ഞങ്ങളുള്ളപ്പോൾ ഉണ്ടെന്നറിഞ്ഞാൽ പുള്ളി മീറ്റിങ്ങിന് കോട്ടയം കൺവെൻഷൻ വരുമായിരുന്നു. അങ്ങനെയാണ് ആ ദേശത്തും നാട്ടിലുമൊക്കെയുള്ള സഭയിലും ആർക്കും ഒരു വൈഷമ്യം ഉണ്ടാക്കാതെ സഭയിലും ഏറ്റവും സന്തോഷകരമായി ആദ്യമായിട്ട് ബൈബിൾ സ്കൂളിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്നത് കുമ്പനാട്ട് ബൈബിൾ സ്കൂളിലായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് അവിടെ തന്നെയും പഠിക്കാൻ തുടങ്ങി. പിന്നെ ചാത്തന്നൂർ ബൈബിൾ സ്കൂളിൽ
അവിടെ പോവുകയും ചാത്തന്നൂർ ബൈബിൾ സ്കൂളിൽ അവിടെ 10-12 കൊല്ലം അന്ന് കുമ്പനാട്ട് എത്ര വർഷത്തെ കോഴ്സ് ആയിരുന്നു? അന്ന് ഒരു കൊല്ലത്തെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ തന്നെ തികച്ചില്ല. അത്ര ഒരു കൊല്ലം കൊണ്ട് ഏതാണ്ട് 8-9 മാസത്തെ വരുള്ളൂ. അന്നത്തെ ഒരു കൊല്ലം എന്നാ പറയുന്നത്. അന്നത്തെ പ്രധാന അധ്യാപകന്മാരായിട്ട് ഉണ്ടായിരുന്നെന്ന് പറയുന്നത് എം ഇ ചെറിയാൻ സാറ്, പിന്നെ എസ് കെ സാറ്, വെയിറ്റി മെത്തായിച്ചന്, കെ ജി കുര്യച്ചന്, ഇ പി വർഗീസ് സാറ്, അങ്ങനെയുള്ള അന്നത്തെ ഉള്ള നമ്മുടെ ആളുകളെ പറയുന്ന മിക്കവാറും ആളുകളെല്ലാം ആ ക്ലാസ്സുകളിൽ അധ്യാപകന്മാരുണ്ട്, അവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾ അതെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ആ കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോയി അന്ത്യം വരെയും ഈ 6 മാസത്തിന് മുമ്പ് ഉണ്ടായ രോഗം എന്ന് പറയുന്ന ആ രോഗം കഴിഞ്ഞിട്ടും പിന്നെയും ഇരിപ്പെന്ന് പറയുന്ന നടപ്പില്ല. മിക്കവാറും ഒന്നുകിൽ കല്യാണം അല്ലെങ്കിൽ മരണ ശുശ്രൂഷ, ഇതും പിന്നെ ഇതുപോലെ ഓരോ മാറി മാറിയുള്ള കൺവെൻഷനുകൾ അതിൽ വരെയും ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് പകലും തിരുവല്ലയിലെ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അറിയാവോ? തിരുവല്ല ആശുപത്രിയുടെ കാർഡിയോളജി സ്ഥാപനത്തിൽ. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ച് ആരംഭിക്കണം എന്ന് അവരെല്ലാവരും കൂടെ എത്തി. ഒരു 10-15 പേരോളം ഉണ്ടായിരുന്നു. അത് ആരംഭിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ പ്രസൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ആയിരുന്നു വിളി എഴുന്നേറ്റ് ആ പ്രാർത്ഥിച്ചുള്ള കറിയാച്ചനെ ഞാൻ കണ്ടത്. അപ്പം അതുവരെ ഞാൻ ഇങ്ങപ്പുറത്തെ സീറ്റ് ഇരിക്കായിരുന്നല്ലോ. അവിടെ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയും ചെയ്തു. ഞാൻ പുള്ളിയെക്കുറിച്ചും ചില വാക്കുകൾ എൻ്റെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പറഞ്ഞു. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസ്ഥാപനം ഇങ്ങനെ അത് ഉദ്ഘാടനം ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ അയച്ചു തന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കും. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നയാളും ദൈവവിശ്വാസമുള്ള ഒരാളും ആയതുകൊണ്ട് അദ്ദേഹത്തെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം ആരംഭിക്കുന്ന ഈ പ്രസ്ഥാനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് അദ്ദേഹത്തെയും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാണ് അത് ഉദ്ഘാടനവും ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ തീർന്നു. അങ്ങനെ വന്ന കാര്യം നിൽക്കുകയാണ്. പിന്നെ ഇവൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് ഇങ്ങോട്ട് എനിക്ക് അന്നേരം ഇന്നലെ തന്നെ നാളെ എടുത്ത് പിന്നെ കോട്ടയത്ത് പ്രസംഗിക്കേണ്ട ആ പ്രസംഗം എഴുതി കിട്ടണം, നാളെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അത് അവർക്ക് പറ്റിയത് അവരൊരാളുണ്ട് നമ്മുടെ ജോസിൻ്റെയിലെ 15 ദിവസം മുമ്പേ ഇതെല്ലാം എഴുതി അയച്ച് പ്രസംഗം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് ഡേറ്റും കാര്യമെല്ലാം പറഞ്ഞ് പുള്ളിയെ കൊടുത്തു. പുള്ളി അങ്ങ് മറന്നുപോയി, തരാൻ മറന്നുപോയി. ഈ കുമ്പനാട്ട് ഈ പഠനം കഴിഞ്ഞതിന് ശേഷം ചാത്തന്നൂർ ബൈബിൾ സ്കൂളിലെ പ്രശ്നം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാനൊന്ന് കേട്ടു. ഉണ്ടായിരുന്നു. കുമ്പനാട്ടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും കുമ്പനാട്ട് പ്രസംഗത്തിൽ പോകുന്ന കാലത്തും ചാത്തന്നൂർ ബൈബിൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. കാരണം ആർക്കും ഇതില്ലായിരുന്നു. കാരണം ഇത് ആരംഭിച്ചത് ബൈബിൾ സ്കൂൾ ആരംഭിച്ച് കെ വി തോമാച്ചനും എം ഇ ചെറിയാൻ സാറും എസ് കെ സാറും ഞാനും ഞങ്ങൾ 4 പേരും കൂടെ ചേർന്നാണ് ഈ ചാത്തന്നൂർ ബൈബിൾ സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നത് ആരംഭിച്ചത്. ആദ്യം ആളുകളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങൾ 4 പേരും. ഞാൻ എടുത്ത ഉപദേശ വിഷയങ്ങൾ. അതായത് ഇമ്പ പറഞ്ഞ ഇതും അതായത് മത സ്ഥാപനം, ദർവസമതത്തിൻ്റെ ഉപദേശങ്ങൾ, പെന്തക്കോസ്ത് ഉപദേശങ്ങൾ, അന്യഭാഷാ ഭാഷണം, ഇവ ഉപദേശ വിഷയങ്ങളായിരുന്നു പ്രധാനമായിട്ട് അവിടെ പഠിച്ചത്. അതെല്ലാം ക്രിസ്റ്റോളജിയൊക്കെ അതിൻ്റെ പ്രധാന വിഷയങ്ങളായിട്ട് ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കെയ്ത്തമാച്ചനും എം ഇ ചെറിയാൻ സാറും എസ് കെ സാറൊക്കെ പോയാൽ നമ്മുടെ ആളുകൾ മുഴുവൻ ഇത് വിട്ട് ബാപ്റ്റിസ്റ്റുകാരുടെ കൂടെ പോകും. അപ്പോൾ അവരേതായാലും നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ്, ഞങ്ങളെന്നാൽ പോയി നമ്മൾ ഇവരങ്ങ് മാറി എന്നോട് പറയാൻ വന്നു. ഞാൻ പറഞ്ഞു, ദൈവവചനപ്രകാരം അങ്ങനെയുള്ള ആളുകളോടുകൂടെ ദൈവമക്കളായ ആളുകളോടുകൂടെ വചനം പഠിപ്പിക്കുന്നതോ ദുരുപദേശമല്ല, ദുരുപദേശത്തിനെതിരായിട്ട് സത്യം പഠിപ്പിക്കുന്നതോ തെറ്റാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെങ്കിൽ ഞാൻ നാളെ മുതൽ അവിടെ പോകുന്നില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഡോക്ടർ അയൺസൈഡ് തുടങ്ങി ബ്രദറുകാരുടെ ഏറ്റവും വലിയ പ്രമുഖന്മാർ പഠിപ്പിച്ചിരുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ പഠിപ്പിക്കുന്ന ഇന്നാരെ ഇവിടെ നിങ്ങൾക്കറിയാമോ? അപ്പോൾ അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അങ്ങനെ പറയുന്നത് ശരിയുമല്ല. ദൈവവചനം പഠിപ്പിക്കാൻ, സത്യവചനം പഠിപ്പിക്കാൻ ദൈവമക്കൾ എവിടെ നമുക്ക് ഉണ്ടെന്ന് വരെയും പോകുന്നതിൽ തെറ്റില്ല ഞാൻ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. അതിനോടുകൂടെ ഞാൻ ചാത്തന്നൂർ പോകുമെന്ന് പറഞ്ഞ് കുറച്ച് തന്നെ ആയിട്ട്. പക്ഷേ ആയിട്ടെന്ന് പറഞ്ഞാലും കോട്ടയം സഭക്കാർ മാറ്റി ആയിട്ടുള്ളൂ. കോട്ടയത്തുള്ള 40 സഭകളും പിന്നെ കേരളത്തിലുള്ള മിക്ക സഭകളും അങ്ങ് സ്വീകരിക്കുകയും ചെയ്തു. അപ്പച്ചന്റെ ചെറുപ്രായത്തിൽ തന്നെ ബൈബിൾ പഠിപ്പിക്കാൻ ഒരു അവസരം ദൈവം ഒരുക്കി എന്നുള്ളതാണ്. അത് ഈ പ്രധാനമായ വിഷയങ്ങളെല്ലാം തന്നെ അന്ന് പഠിപ്പിലുണ്ടായിരുന്നു അന്ന്. അതെ അതെ അതെ. അപ്പോൾ
അപ്പോൾ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുക മാത്രമല്ല, അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഇതിന് ശേഷമാണ്. 30-ാം വയസ്സിലാണല്ലോ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ. ആ കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മിക്കവാറും ഞങ്ങൾ കുടുംബത്തിൽ പിന്നെ വിവാഹം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വേല ചെയ്തുകൊണ്ടിരുന്ന പുതുപ്പള്ളി പാർക്കുമ്പം വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട്, വാഗത്താനം എന്ന് പറയും, അവിടെ അടുത്ത്. ആ വാഗത്താനത്ത് പോയി ഞങ്ങളൊരു വീടെടുത്തു. ആ വീടെടുത്ത് ഞാനും വൈഫും അവിടെ പോയി താമസിച്ചു. അങ്ങനെ അവിടെ താമസിച്ച് ഒരു ചെറിയ സഭ അവിടെ ഉണ്ടായി, വാഗത്താനത്ത് സഭയുണ്ടായി. 5-8-10 പേര് വന്നു. കുറച്ചുകൂടെ സഭ വളർന്നു മുമ്പോട്ട് വന്നപ്പോൾ പിന്നെ അപ്പോൾ അതിനിടയ്ക്ക് കോട്ടയത്ത് ഒരു ബൈബിൾ ക്ലാസ് കൂടെ ഉണ്ട്. അപ്പോൾ രാത്രി ആഴ്ചയിലൊന്ന് ഞാൻ സൈക്കിളിൽ കോട്ടയത്ത് പോയി ക്ലാസ് എടുത്തുകൊണ്ട് വരിക കൂടി ചെയ്താണ് ഈ വാഗത്താനത്തെ സഭയും കൂടെ നടത്തുന്നത്. പുതുപ്പള്ളി സഭയുടെ അംഗവും വാഗത്താനത്തെ പ്രവർത്തകനും കോട്ടയത്തെ ബൈബിൾ ക്ലാസ്സിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ പഠിപ്പിക്കാരും ഞാനുമാണ്, ഒരു ക്ലാസ് ഗെയ്ജ് തോമാച്ചനും. അങ്ങനെ ബന്ധമുണ്ടായിരുന്നത്. അങ്ങനെ വന്ന് ആ ആലയം മുമ്പ് വന്നപ്പോഴത്തേക്ക് ആ ക്ലാസ്സുകാർ ചിലരൊക്കെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് സമുദായക്കാരും പെന്തക്കോസ്തുകാരും എല്ലാവരും കൂടെ അവരെ പിടിച്ചടക്കി അങ്ങ് പോയി. ആ ക്ലാസ് അങ്ങ് നിന്ന് പോയി. പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം ഇങ്ങനെ പ്രവർത്തനം ക്ലാസ്സുകളും ബൈബിൾ ക്ലാസ്സുകളുമായിട്ട് പോവുക. പിന്നെ മാവേലിക്കര ഒരു ബൈബിൾ സ്കൂളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അറിയാമായിരിക്കുമല്ലോ ബൈബിൾ സ്കൂൾ. നമ്മുടെ ആ പുള്ളിക്കാരൻ്റെ ബൈബിൾ സ്കൂളിൽ കുറേ നാളെ അവിടെ പഠിപ്പിച്ചു. അവിടെയും പോവുകയും വരികയും ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാന കാലം വരെയും ബൈബിൾ സ്കൂളുകളിൽ ഇങ്ങനെ പല ബൈബിൾ സ്കൂളുകളിൽ പഠിച്ചു. പിന്നെ എബ്രഹാം ക്രൂസൈഡിൻ്റെ ബൈബിൾ സ്കൂളുണ്ടായിരുന്നു, അവിടെയും പോയി കുറച്ച് നാൾ അവിടെയും പോയി പഠിപ്പിക്കുക. അങ്ങനെ പലയിടത്തും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ മാർത്തമ്മക്കാരുടെയും CSIക്കാരുടെയും മാർത്തമ്മക്കാരുടെയും യാക്കോബക്കാരുടെയും ഒക്കെയും പല പൊതുയോഗങ്ങളിലും അവർ തന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അത് ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു. കർത്താവിന്റെ വേലയിൽ അപ്പച്ചന്റെ സഹധർമ്മിണി അപ്പച്ചന്റെ ഒരു വലിയ സഹായമായിരുന്നു. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അപ്പച്ചൻ എത്ര മക്കളുണ്ട്? എനിക്ക് 5 മക്കളുണ്ട്. 5 മക്കളുണ്ട്. കൊച്ചുമക്കള് 12 പേര്, 2 ആണും 10 പെൺപിള്ളേരും അല്ലേ? 2 പെൺകുട്ടികളും മരിച്ച 2 പെൺകുട്ടികളും 10 ആൺകുട്ടികളും. അവരിൽ 5 വയസ്സ് കഴിഞ്ഞ ആളൊഴികെ ബാക്കിയുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും മുമ്പോട്ട് വന്നവരുമാണ് എല്ലാവരും. മക്കളിൽ ആരെങ്കിലും കർത്താവിന്റെ വേല ചെയ്യുന്നവരായിട്ട്? കർത്താവിന്റെ വേല ചെയ്യുന്ന എൻ്റെ മകൻ ഈ സാജൻ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അനിയൻ്റെ മകനാണ് സജീവ് വർഗീസ്. അതും സ്വന്തം അനിയൻ്റെ മകനാണ്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പെന്തക്കോസിലും ബ്രദറിലും ആയിട്ടുമൊക്കെ മറ്റ് അമേരിക്കൻ രാജ്യങ്ങളിലും നാട്ടുരാജ്യങ്ങളിലുമായിട്ട് വേറെ പലരും ഉണ്ട്. ഞങ്ങൾ മാമ്മൂട്ടി കുടുംബത്തിൽ തന്നെ പെട്ട സുവിശേഷകന്മാരുണ്ട്. അവരിലൊക്കെ മാമ്മൂട്ടി കുടുംബത്തിന് സുവിശേഷത്തിലേക്ക് മുമ്പിൽ വന്ന ഒരാളുമാണ് ഞാൻ. വെരി ഗുഡ്. അപ്പച്ചൻ ഏതെങ്കിലും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? 1-2 പുസ്തകങ്ങൾ എഴുതി. ഈ 2 പുസ്തകങ്ങൾ എഴുതി. ഇപ്പോൾ 2 പുസ്തകങ്ങൾ കൂടി എഴുതിക്കൊണ്ടിരിക്കുക. ഒന്ന് കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചുള്ളതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതോടുകൂടെ തന്നെ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് എഴുതുന്ന പുസ്തകത്തോടു തന്നെ ഞാൻ ചോദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് എഴുതുന്നപ്പോഴായിരിക്കും. എങ്കിലും പുതിയ നിയമസഭ സഭാവിശ്വാസികൾ മഹാപീഠത്തിലൂടെ കടന്നു പോകും എന്നോ എന്ന ചോദ്യമാണ്. പുതിയ നിയമവിശ്വാസികൾ മഹാപീഠത്തിലൂടെ കടന്നു പോകും എന്നോ, മഹോപദ്രവത്തിന് മുമ്പ് കർത്താവ് വരും എന്നുള്ളത് അത് ആ ചോദ്യം വെച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ വേറൊരു ഇതോടെ കൊടുത്തുകൊണ്ട് ആ പുസ്തകം 2 ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അത് മിക്കവാറും എന്നാൽ അതിനകത്ത് പറ്റിയിരിക്കുന്ന കിടന്ന് 2-3 കൊല്ലമായി ഇത് എഴുതാൻ തുടങ്ങിയിട്ട്. ഇതൊരു ഈ യോഗങ്ങളും കാരണം വിശ്രമം എന്ന് പറയുന്നത് ഇല്ല. ഇനിയിപ്പം അത് ഞാൻ കുറച്ച് എഴുതിക്കൊണ്ട് പൂർത്തിയാക്കാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് 2ഉം കൂടെ വന്നാൽ പിന്നെ വേറെ അതിന് സമയം എന്ന് പറയില്ലല്ലോ. കാരണം ഇനി നമ്മുടെ കാലാവധിയെല്ലാം കഴിഞ്ഞിരിക്കല്ലേ. തരുന്ന പോലെ ചെയ്യുക, അതേ ഉള്ളൂ. അപ്പച്ചന്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലും ഭാവി കാലത്തോടുള്ള ബന്ധത്തിലും ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള അതാണ്. പിന്നെ ഈ കണ്ണനം വരുന്നിടത്താണ് അത് പറയുന്നത്. പ്രത്യേക കാരണം പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് വന്ന് നമ്മുടെ സഭകളിലൊക്കെ വന്ന്
ഈ പെന്തക്കോസ്തിൽ വന്ന ആളുകൾ ഇവർക്ക് ആത്മാവില്ലാത്തവരാണ്, പരിശുദ്ധാത്മാവില്ലാത്തവരാണ്, അവരുടെ കൂടെ പോകരുത്, മറ്റു സമുദായത്തിൽ പോയാലും നിങ്ങൾ ഈ ഇവരുടെ കൂടെ കൂടരുതെന്ന് പല പെന്തക്കോസ്ത് ഉപദേശിച്ചാരും പറയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ശരിക്ക് അതിന് മറുപടി പറയേണ്ടതായിട്ട് വന്നു. പറയാനായിട്ട് വന്നാൽ ഒരിക്കൽ CB ജോർജ്, പന്തളം CB ജോർജ് കേട്ടിട്ടുണ്ടല്ലോ. പന്തളം CB ജോർജ് വന്ന് ഈ വാഗത്താനത്തിനടുത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു സുവിശേഷ യോഗം നടത്തി. ആ കൂട്ടത്തിൽ പെന്തക്കോസ്തുകാരെ പുള്ളി വിമർശിച്ചു. പെന്തക്കോസ്തുകാരെ വിമർശിച്ചു കഴിഞ്ഞപ്പം അവരെല്ലാം കൂടെ ചെന്ന് ഉണ്ണുണ്ണി സാറിനെ കൊണ്ടുവന്നു. ഉണ്ണുണ്ണി സാർ ബ്രദറുകാരെ അങ്ങനെ ഇങ്ങനെ അവർ പട്ടുപോയവരാ, പെട്ടവരല്ല, പട്ടുപോയവരാ, അങ്ങനെ എല്ലാം പറഞ്ഞ് കുറേ പുള്ളിയുടെ അതും ഇതെല്ലാം പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗിച്ച് 2 ദിവസം കഴിഞ്ഞപ്പം ബ്രദറുകാരല്ലേ നമ്മുടെ കണച്ചോളൻ സഭയെന്ന് പറയും, പാകിസ്ഥാനം കണച്ചോളൻ സഭക്കാരെ, അവരെല്ലാം കൂടെ തീരുമാനിച്ചു അങ്ങനെയാണ് ഉണ്ണുണ്ണി സാറിൻ്റെ പ്രസംഗമല്ലേ നമുക്ക് കരേശനെ വിളിച്ചുകൊണ്ട് മറുപടി പ്രസംഗം പറയാൻ തോന്നി. മീറ്റിംഗ് നോട്ടീസ് അടിച്ചു. ഉണ്ണുണ്ണി സാറിൻ്റെ പ്രസംഗത്തിന് മറുപടി വരുന്നുണ്ട്, ഇന്നാർ പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിച്ചു കഴിഞ്ഞപ്പം ചങ്ങനാശ്ശേരി മുതൽ ആ പ്രദേശം മുതലുള്ള സകല യാക്കോബക്കാരും കത്തോലിക്കരും ഇവരെ ഹിന്ദുക്കളും എല്ലാം വന്ന് ആ പ്രസംഗത്തിലാകുന്നു. അവർ വലിയ പുരയിടം നിറച്ച് ആളുകളെ കൊണ്ടു. ഞാൻ പറഞ്ഞു, ഉണ്ണുണ്ണി സാർ 2-3 ദിവസം ഇവിടെ പ്രസംഗിച്ചാണ് പോയത്, എനിക്ക് നാളെ മുതൽ വേറെ ഒരു കൺവെൻഷനുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന എൻ്റെ മുഴുവൻ നോട്ടും എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വായിച്ചു കഴിയും. അതിന് മറുപടി പറയാനായിട്ടാണ് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം. ഇപ്പോൾ ഇച്ചിരി നേരത്തെ ഞങ്ങൾ വന്നിരിക്കുകയാണ്, 6 മണിക്ക് ഞാൻ ആ പ്രസംഗത്തിന് മുഴുവൻ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ച് മറുപടി പറയും. പക്ഷേ 4 മണിക്കൂർ കൊണ്ട് ആ പ്രസംഗത്തിന് മറുപടി തീരുള്ളൂ. 6 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നവരായി നിങ്ങൾ 10 മണിക്ക് ഇപ്പുറം ആരും എഴുന്നേൽക്കരുതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പ്രസംഗിക്കാം, അല്ലെങ്കിൽ വേറൊരു ദിവസം വരാമെന്ന് എല്ലാം എഴുന്നേറ്റ് പറഞ്ഞു. 10 മണി കഴിയുന്ന അതിന് പ്രസംഗത്താൽ വേടും. അവിടെ പുള്ളിക്കാരൻ പറഞ്ഞ സകല പോയിന്റിനും ശരിയായിട്ട് മറുപടി പറയുകയും കാര്യം പറഞ്ഞു കഴിഞ്ഞ് ഒന്നുമില്ലാതെ ആർക്കും ഒരു മറുപടി ഇല്ലാത്ത നിലയിൽ വരികയും. ഞാൻ പറഞ്ഞു, ഇനി എപ്പോൾ സാർ വരുമെന്ന് പറഞ്ഞോ അപ്പോൾ വിളിച്ചത് ഞാൻ വരാം, വരുന്നില്ലാന്ന് പറഞ്ഞു. പക്ഷെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെയാ, ഉണ്ണുണ്ണി സാർ ആരോണ്ടോ പറഞ്ഞ് ഞാൻ MM സെക്രട്ടറി വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വന്നോളാന്ന് പറഞ്ഞിട്ട് പിന്നെ കണച്ചുകുളം ദേശത്തോ പത്തനത്തോ ഉണ്ണുണ്ണി സാറിൻ്റെ ആയുസ് കയറിയിട്ടില്ല. ഇന്നും വിശ്വാസികളെന്ന് പറയുന്ന ഈ ആളുകൾക്ക് പരിശുദ്ധാത്മ സ്നാനം എന്ന ആ ഒരു വിഷയം എന്താണെന്ന് പോലും ബന്ധുക്കോസാർക്കും അറിഞ്ഞുകൂടാ, ബ്രദറുകാരിൽ പലർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ചുരുക്കമായിട്ട് ആ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് അല്പ ചില കാര്യങ്ങളൊന്ന് പറയാം. ഈ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് ഈ ആത്മനിറവും അന്യഭാഷാ ഭാഷയും പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാലേ ഒരു അത് അതിന്റെ കാര്യം ഇതാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നതാണ്. അതെ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്ത് മരിക്കുന്നു. അപ്പം ആരല്ല ലോകത്തിൽ രക്ഷിക്കപ്പെട്ട സകല മനുഷ്യർ, യഹൂദന്മാരാകട്ടെ യവന്മാരുടെ ദാസന്മാരുടെ സ്വതന്ത്രന്മാരാകട്ടെ, നാം എല്ലാവരും ഏക ശരീരമാകുമാറെന്ന് പറഞ്ഞാൽ ഒരു ശരീരമായിട്ട്, അതായത് സഭയെന്ന് പറയുന്ന ക്രിസ്തുവിന്റെ മാർമിക ശരീരമാണ്. അപ്പം നമ്മളെല്ലാവരും ഏക ശരീരസ്ഥരാണ്. അതെ, അപ്പം ക്രിസ്തു തലയും നാം ശരീരവുമാണ്. അപ്പം നമ്മളെ ഏക ശരീരമായി രൂപപ്പെടുത്തിയത് ആത്മസ്നാനത്താലാണ്. അപ്പൊ ഈ ഏക ശരീരമായി രൂപപ്പെടുന്നതിനാണ് അതാണ് ആത്മസ്നാനം. ഇൻ ടു വൺ ബോഡി, ഏക ശരീരത്തിലേക്ക്. അത് സംഭവിക്കുന്നത് ആത്മാവിനെ നൽകിയതും ആദ്യമായിട്ട് സംഭവിച്ചതും പെന്തക്കോസ്തിനാൽ തന്നെയാണ്. അത് നമ്മുടെ കൂടിയവർ മുഴുവൻ ആത്മാവിനാൽ നിറയപ്പെട്ടു, ആത്മാവിനാൽ സ്നാനപ്പെട്ടതായത്. അതുമുതൽ അവളെ ദിവസം മുതൽ തന്നെ അന്ന് വന്ന ബാക്കി ആളുകൾ മുതൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. അപ്പം ഈ പെന്തക്കോസ്ത് നാളിൽ അവിടുന്ന് 120 പേര് മാത്രമല്ല, ബാക്കിയുള്ള 3000 പേരും രക്ഷിക്കപ്പെട്ടവരുണ്ടല്ലോ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ശരീരത്തോടെ അല്ലെങ്കിൽ സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ അവർ രക്ഷിക്കപ്പെട്ടവർ ആരായി തീർന്നു? മുഴുവൻ പരിശുദ്ധാത്മ സ്നാനത്താൽ സഭാംഗങ്ങളായി. അന്ന് മുതൽ ഇന്ന് വരെ
ഈ നിമിഷം വരെ ആരെല്ലാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അവരെല്ലാവരും. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നില്ല. ഇല്ല. പെന്തക്കോസ്ത് നാളിൽ നടന്ന ആ പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് സകലരെയും കർത്താവ് ആ ശരീരത്തിലേക്ക് അംഗങ്ങളാക്കി. ആ ശരീര രൂപവൽക്കരണ പ്രക്രിയയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. ഓരോരുത്തരെ പിടിച്ച് മുഖമല്ല. അതായത് രക്ഷിക്കപ്പെട്ടവരെല്ലാവരും അതേ ശരീരത്തിൽ അംഗമായി. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതൊരു ഇത് മുഴുവൻ നമ്മളെ എയർ കണ്ടീഷൻ്റെ റൂം ആണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് വിചാരിച്ചു. എയർ കണ്ടീഷൻ ചെയ്ത ഈ റൂമിൽ വരുന്ന ആളുകളെല്ലാവരും വാസ്തവത്തിൽ എവിടെയാ ഈ റൂമിൽ തന്നെയാ. അപ്പം എയർ കണ്ടീഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഈ റൂമിൽ ആര് കയറിയോ ആ വന്നവരാരെല്ലാം ഈ റൂമിൽ എയർ കണ്ടീഷനിലുള്ളവരാ അല്ലേ? അതോ ഇവിടെ കയറിയിട്ട് ഞങ്ങൾക്കൂടെ ഇച്ചിരി എയർ കണ്ടീഷൻ തരണേ എന്ന് പറയണോ? പറയേണ്ട ആവശ്യം. അയാൾ എയർ കണ്ടീഷനിൽ വന്നു കഴിഞ്ഞ നിമിഷത്തിൽ അയാളും എയർ കണ്ടീഷനിൽ തന്നെ ആയി തീർന്നു. ഇതുപോലെ ആത്മശരീരമാകുന്ന സഭയോട് നാം ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട സകലരും പരിശുദ്ധാത്മ സ്നാനത്താൽ ഏക ശരീരസ്ഥരായി തീർന്നു. ഇനി ആത്മസ്നാനം പ്രാപിക്കാത്ത ഒറ്റയാൾ പോലും സഭയിൽ ഇല്ല. എന്നാൽ ചിലരും നമ്മുടെ ഇടയിലുള്ള ചിലർ പോലും അറിയാതെ ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാതെയും രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്നൊക്കെ അറിവുകേടിന്റെ ഒരൊറ്റ ഭേദവാക്യം ഉണ്ടോ എന്ന് ചോദിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയുന്ന ഒരു ഒറ്റ ഭേദവാക്യം ഒന്ന് കാണിക്കാൻ പറയണം. എന്നാൽ ഞാൻ പറഞ്ഞ പോയിന്റുകളുണ്ട്. 10 പോയിന്റ് പ്രത്യേകമുണ്ട്. രക്ഷിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് പറയുന്ന 10 പോയിന്റുകൾ എന്ന് പറയുന്നത് സകല രക്ഷിക്കപ്പെട്ടവർക്കും ഒരു വ്യത്യാസവും കൂടാതെ രക്ഷിക്കപ്പെട്ട നിമിഷത്തിൽ ലഭിച്ച 10 പോയിന്റുകളാണ്. അതിന്റെ വാക്യങ്ങൾ കാണിക്കാൻ നേരം ഇല്ലല്ലോ. 10 വാക്യങ്ങളിൽ ഒന്ന് കാണിച്ചേക്കാമേ. ഒന്ന് ആത്മപ്രാപണം. പ്രാപണത്തിന്റെ റോമർ 5-ന്റെ 1 പോലെ വായിക്കണ്ട. പക്ഷെ അത്രയും വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുക. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അതെ, ദൈവാത്മാവിൻ്റെ പകർച്ച. ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകിയിരിക്കുന്നു. ആർക്ക്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട സകലർക്കും. എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടിരിക്കുന്നു. വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞ ഒരു വാക്കാണത്. ഇനിയും എൻ്റെ 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. റോമാലേഖനം തന്നെ 8-ാം അധ്യായം. അതെ, 8-ാം അധ്യായം. അതിൻ്റെ 9-ാം വാക്യം എന്ന് വെച്ചു. ഞാൻ തന്നെ വായിക്കാം. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തുവിനുള്ളവനാണോ? രക്ഷിക്കപ്പെട്ടവൻ തീർച്ചയായിട്ടും ക്രിസ്തുവിനുള്ളവനാ. അപ്പം ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവനോ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, അവൻ ക്രിസ്തുവിനുള്ളവനല്ല. ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. അല്ല. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. അവനുള്ളവനല്ല, അവൻ രക്ഷിക്കപ്പെട്ടവനേ അല്ല. എന്നാൽ ഇല്ലെന്ന് അറിയാതെ പറയുന്നുണ്ടെന്ന് വിചാരിച്ചു. അതവിടെ അറിവുകേടാണ്. ഇനി അടുത്ത വാക്യം കേട്ടണം. ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി ജീവനാകുന്നു. ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ഇതൊക്കെ കേട്ടോണം. 11-ാം വാക്യം. ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. ആരെ കൊണ്ട്? നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ടാണ് ഉയർപ്പ്. നമ്മൾ ആത്മാവില്ലെന്ന് വരികയിൽ നമുക്ക് ഉയർപ്പില്ല. ഇതെഴുതിക്കുക, നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. വിശ്വാസികളുടെ മർത്യ ശരീരം ജീവിക്കുമല്ലോ, അത് എന്തുകൊണ്ട് ജീവിപ്പിക്കും? നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട്. അപ്പൊ നമ്മളിൽ ആത്മാവ് വസിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇല്ലെന്ന് വരികയിൽ ഇവർക്കില്ല.
ഉയർപ്പില്ല, വരവിൽ എടുക്കപ്പെടാൻ സാധ്യതയില്ല. ഇനിയും വേറെ ഒന്നുകൂടെ വായിച്ചു. ആത്മാവെന്ന് അതിൻ്റെ 28-ാം വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നു, നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തിരിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് ഒരുപാട് ദാനങ്ങളുണ്ട്. പുത്രൻ നിത്യജീവൻ തന്നു, പാപമോചനം തന്നു, രക്ഷദാനമായി തന്നു. ഒരാൾ പറഞ്ഞിരിക്കുന്ന 33 അനുഗ്രഹങ്ങൾ ആ നിമിഷത്തിൽ ലഭിച്ചിട്ടുണ്ട്, അത് ആ മാത്രയിൽ തന്നെ. അപ്പം അതെല്ലാം ഒരുമിച്ച് ഒരേ നിമിഷത്തിലാണ്, ഒന്നും രണ്ടും മാറി മാറിയല്ല. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് എന്ന ആദ്യദാനം. ഈ 32-ൽ ഫസ്റ്റ് സ്ഥാനം, ഒന്നാമത്തെ സ്ഥാനം പുത്രനെ നമുക്ക് ദാനമായിട്ട് തരുന്നതിന് മുമ്പും ദൈവം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരികയാണ്. പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ രക്ഷിക്കുന്നത്. അത് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ യേശുവിനെ കർത്താവെന്ന് പോലും പറയാൻ ഒക്കുകയില്ല. നമുക്ക് നമ്മളെ പരിശുദ്ധാത്മാവിനെ തന്നാണ് നമ്മളെ രക്ഷിക്കുന്നത്, ആത്മാവിനാലാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ ആത്മാവെന്ന ആദ്യദാനം സകല വിശ്വാസികൾക്കും ആത്മാവിനെ ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും പിന്നുമല്ല. എന്നാൽ 32 അല്ലെങ്കിൽ 33 പലപ്പോഴായിട്ടാണെങ്കിൽ ആ പറയുന്നതിനെല്ലാം അതിൽ ഒന്നാം സ്ഥാനം പരിശുദ്ധാത്മാവിനാണ്. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഒരേ സമയത്ത് നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ആ കല്യാണം കഴിച്ച സമയത്ത് ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞു, ഭാര്യ എന്നെ സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞ സമയത്ത് പുള്ളിക്കാരത്തി എൻ്റെ ഭാര്യയായി അല്ലേ? ആ നിമിഷത്തിൽ എൻ്റെ ഭാര്യയായി. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചിയുടെ മരുമകളായത്? എത്ര ദിവസം കഴിഞ്ഞ? ആ നിമിഷം തന്നെ. മാമുട്ടി കുടുംബത്തിലെ അംഗമായത് എപ്പോഴാ? അതും ആ നിമിഷം തന്നെ. എൻ്റെ ഈ സാജൻ്റെ ചേട്ടത്തി ആയത് എപ്പോഴാ? എൻ്റെ പെങ്ങളുടെ നാത്തൂനായത് എപ്പോഴാ? അതെല്ലാം ആ നിമിഷം. ഒന്നാം സ്ഥാനം ഏതാ? ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ എൻ്റെ ഭാര്യയായെന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന അതേ സമയത്ത് വേറെല്ലാവരും എല്ലാം ഒരുമിച്ച് നടക്കുന്നു. ഇതുപോലെയാണ് ഈ പറയുന്നത് ആദ്യദാനം. അത് പരിശുദ്ധാത്മാവിന്റെ ദൈവം. ഇനിയും ഒത്തിരി ഉണ്ട് കേട്ടോ, ഒരുപാട് വാക്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വാക്യമാണ്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഈ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചതിന് ശേഷം പിന്നെയും കാത്തിരിക്കുക എന്ന് പറയുന്നത് അത് ആത്മാവിന് വേണ്ടി അല്ല കാത്തിരിക്കുക, അത് അറിവുകേടിന്റെ ഫലമാണ്. അങ്ങനെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ആത്മാവിനാൽ നിറയപ്പെടാം. നമുക്ക് നിറവ് പ്രാപിക്കണം, അത് വേറെ കാര്യം. ആത്മാവിനെ തരണമെന്നല്ല. കർത്താവേ, നീ എനിക്ക് തന്ന ആത്മാവിന് വേണ്ടി ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ പാനം ചെയ്യൽ, പിന്നെ ഇവിടെ നമ്മൾ ആദ്യ ദാനമെന്ന് നമ്മൾ വായിച്ചു. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആത്മാവിന്റെ അഭിഷേകം. ഇത് കേട്ടോ, ഇതിവിടെ വായിച്ചേക്കാം. 1 കൊരിന്തി 4-ാം അധ്യായം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ആരോടാ പറയുന്നത്? കൊരിന്തിലെ സകല ദുഷ്ടന്മാരോടും പറയാ. ഇവിടുന്നാ അതിൻ്റെ 1-ാം അധ്യായം. ദൈവത്തിന് കൊരിന്തിലുള്ള സകല സഭയ്ക്കും ക്രിസ്തുവിലുള്ള വിശുദ്ധന്മാർക്കും അവിടെയും ഇവിടെയുള്ള സകല ദൈവമക്കൾക്കും എഴുതുന്നത് കൊരിന്തി 1-ാം അധ്യായം. അവിടെ പറയുന്നതാ, നിങ്ങളിൽ ദൈവത്തിൻ്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നീ താഴെയും അതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. അങ്ങനെ അനുഗ്രഹീതമായ ഒട്ടുവളരെ വാക്യങ്ങൾ. ഇനി 6-ാം അധ്യായത്തിൽ വേറൊരു വാക്യങ്ങളുണ്ട്, അതോട് കൂടെ പറയാതെ നിർത്തുക ഞാൻ. 6-ാം അധ്യായത്തിൽ 11-ാം വാക്യം. കൊരിന്ത് സഭയിലുള്ളവർ പറയുക, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, കള്ളൂടിയന്മാരും ദുഷ്ടന്മാർക്കുള്ളിൽ, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. എപ്പോഴാണ് ശുദ്ധീകരണം നീതീകരണം പ്രാപിച്ചത്? രക്ഷിക്കപ്പെട്ടപ്പോഴാ അല്ലേ? എങ്ങനെയാ? ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകിയിട്ടാണ് നിങ്ങൾക്ക് ശുദ്ധീകരണവും നീതീകരണവും തന്നിരിക്കുന്നത്. നീ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചവനാണെങ്കിൽ ആരാണ് നീ? ദൈവത്തിന്റെ ആത്മാവിനാൽ അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഇല്ല, നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് ദൈവവചനത്തിൽ എത്ര അറിവില്ലാത്തത് കൊണ്ട്, അറിവില്ലായ്മയാണ്, പൈശാചികമാണ്. അതൊരു കാലത്തും അങ്ങനെ പറയാം. ഇതുപോലെ ഇനിയുമുണ്ട് ഇതുപോലെ വാക്യങ്ങളുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം അങ്ങ് നിർത്തുക. ആ പുസ്തകം ആ ഭാഗങ്ങളിൽ നിന്ന് എടുത്തു നോക്കണം. ആ പോയിന്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അതെല്ലാം വളരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എന്നും ക്രൈസ്തവ ഗോളത്തിന് ദൈവമക്കൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പുസ്തകമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
അപ്പോൾ ഇനി ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നും അപ്പച്ചൻ ദൈവവചനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നിശ്ചയമായിട്ട് അന്ത്യമായി പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ പുതിയ പുസ്തകങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ദൈവവചന പാരായണത്തിന് ഒരുപാട് സമയം അപ്പച്ചൻ കൂടുതൽ സമയം എനിക്ക് വീട്ടിൽ ഉറക്കം എന്ന് പറയുന്നത് അങ്ങനെ അധികമൊന്നുമില്ല. കൂടുതൽ വായിക്കാൻ ധാരാളം സമയമുണ്ട്. ഇനിയും കർത്താവ് ദീർഘായുസ് തന്ന് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇനിയും അപ്പച്ചനെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ കർത്താവിന്റെ സമയം വരെ നമ്മൾ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുക, വിട്ടുകൊടുക്കുക. തീർച്ചയായിട്ടും കർത്താവ് അപ്പച്ചന് ഇത്രയും ദൈവകൃപ ധാരാളമായിട്ട് തന്നു. അതൊക്കെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് അപ്പച്ചന്റെ കാലയളവിൽ ഞാനും യാക്കോബായിൽ നിന്ന് മുന്നോട്ട് വന്ന ഒരാളാണ്. എനിക്കും അപ്പച്ചന്റെ പ്രസംഗം കേൾക്കുവാനും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കർത്താവ് അപ്പച്ചനെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അപ്പച്ചന് വേണ്ടി തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പച്ചനെ ലോകത്തിൽ അനേക ദൈവമക്കൾ കണ്ടുകൊണ്ടും ഇത് കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. അവരെല്ലാം അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് വാസ്തവത്തിൽ ഈ 60ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതാണ്. ഇപ്പം 25 കൊല്ലം കഴിഞ്ഞു. 60ാമത്തെ ഹാർട്ട് അറ്റാക്ക് 10 ദിവസം കാരിത്താസ് ആശുപത്രിയിലായിരുന്നു. ഇന്നും ക്രൈസ്തവകോളത്തിന് അപ്പച്ചനെ ആവശ്യമുണ്ട്. അപ്പം 60ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി 10 ദിവസം കാരിത്താസ് ആശുപത്രിയിലായിരുന്നു. ദൈവം അവിടെ നിന്ന് 25 കൊല്ലം കൂടെ നീട്ടി തന്നു. അത് ദൈവത്തിൻ്റെ വക, അല്ല നമ്മുടെ അല്ല. അതിൽ ഒരു കാര്യമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഞാൻ അറിയുന്നവരും അറിയാത്തവരുമുണ്ട്, കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതിൻ്റെ ഫലമാണ്. അതെ അതെ അതെ. ഇന്നും അപ്പച്ചന്റെ ശബ്ദത്തിന് യാതൊരു കുറവും വരാതെ, അത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആ ശബ്ദം മരുഭൂമിയിലെ ഒരു ശബ്ദം പോലെ, വലിയ ശബ്ദം പോലെ കർത്താവിന് വേണ്ടി കർത്താവിന്റെ വചനം പറയുവാൻ ദൈവം അപ്പച്ചനെ എടുത്ത് ഉപയോഗിച്ചല്ലോ. അതൊക്കെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അപ്പച്ചനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ തുടർന്നും അപ്പച്ചന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പച്ചൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച്. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഏതു സമയത്തും ഞങ്ങൾക്ക് അവിടുത്തെ അടുക്കൽ വരുവാൻ്റെ കൊണ്ടും പുത്രത്വത്തിൻ്റെ സ്വീകാരം ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു, ഞങ്ങൾക്കായിട്ട് സകലവും കരുതി. കർത്താവെ, ദൈവവചനത്തിലെ സത്യങ്ങൾ വിശ്വസിക്കുവാനും ആ സത്യങ്ങൾക്ക് വേണ്ടി പോരാടുവാനും സത്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാനും ഒക്കെയുമുള്ള ഭാഗ്യവും അനേക ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എളിയവനായ അടിയവനും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാനും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കാനും ഒക്കെയും കഴിഞ്ഞ കാലത്ത് നൽകിയ അവസരങ്ങൾക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾക്കൊക്കെ നൽകിയ വലിയ കൃപകൾക്കായി സ്തോത്രം. ഈ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങൾ അതിൻ്റെ സത്യത്തിൽ വെളിപ്പെടുത്തുവാനും അറിയിക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുവാനും അതിനുവേണ്ടി അധ്വാനിക്കുവാനും ഒക്കെയും നീ കൃപ കൊടുത്തു. അത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നൽകിയ എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ ആയുസിൻ്റെ ദിവസങ്ങൾ എത്രയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തരുന്ന ഓരോ മണിക്കൂറും മുഴുവനായിട്ട് അവർക്ക് അവിടത്തേക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ പ്രാപ്തരാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഈ പ്രിയ സഹോദരന്മാരെ കടന്നു വന്നു, അവർ കടന്നു പോകുമ്പോഴും അവരുടെ ഭാവി ദിവസങ്ങളിലും എല്ലാ ഏർപ്പാടുകളിലും ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചന സത്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ്റെ കൊണ്ടും പ്രിയപ്പെട്ടവർക്ക് നീ കൃപ ചെയ്യണമേ. അവരെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ശുശ്രൂഷകൾ നിവർത്തിപ്പാനും കർത്താവിനെ സാക്ഷിപ്പാനും ഇടയാക്കണേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഹൊരീശോമിലും യഹൂദ്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞതുപോലെ നീ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് കൊണ്ട് കർത്താവെ, നിൻ്റെ സാക്ഷികളായി ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി നിൽക്കുവാനും എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ ചെയ്യണം. ഇപ്പോൾ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നു. ഞങ്ങൾ വീണ്ടും എപ്പോൾ എവിടെ വെച്ച് കാണുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒന്നേ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഒരിക്കലും വേർപെടാതെ എന്നും 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 എന്നേക്കും നിന്നോടുകൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കാണും. ആ വലിയ പ്രത്യാശയം തന്നിട്ടുള്ള സ്തോത്രം. ഈ ഭൂമിയിൽ തരുന്ന ദിവസങ്ങളിലും കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിച്ച് നിനക്കായി ജീവിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കും വേണ്ടി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ ആമേൻ. ഓക്കെ അപ്പച്ചാ, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സഗപസനി പനി സനി സാ Oh
ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനേ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനേ. അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുവൻ ശിരസിൽ. അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുവൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നേ. പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നേ. തിരുച്ചിറകടിയിൽ മറച്ചിരുൾ തീരും വരെ എനിക്കരുളും അരുമയോടഭയം